ദുഃഖശനിയാഴ്ചയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം സഭയിൽ മാമോദീസായിട്ട് നമ്മൾ ഈശോയുടെ മരണത്തിലും സംസ്കാരത്തിലും ഉത്ഥാനത്തിലും പങ്കുപറ്റുന്ന കൂദാശയാണല്ലോ ശരിക്കും മാമോദീസ. അപ്പൊ മാമോദീസായിലൂടെ നമുക്ക് ദൈവിക ജീവൻ കിട്ടി. അതുകൊണ്ടാണ് തിരുസഭ ഇന്നേ ദിവസം പുത്തൻ തീയ്, അതായത് ഈശോയുടെ പ്രകാശമായി ഈശോയിലേക്ക് വരുന്നു, പുത്തൻ ജലം വരുന്നു, എല്ലാം അതായത് ഈശോയിലൂടെ എല്ലാം നവീകരിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നു. ഈശോയുടെ എല്ലാം പുതുജീവൻ, എല്ലാത്തിനും പുതുജീവൻ, സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ തന്നെ പുതുജീവൻ കിട്ടുന്ന ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. അപ്പൊ ഈ ദിവസം നമ്മെ സംബന്ധിച്ച് വളരെ കൃപയുടെ ദിവസമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധി അമ്മ, ചരിത്രം വചനം പഠിക്കുകയാണ്, പരിശുദ്ധി അമ്മ ഏറ്റവും അഗാധമായ ദുഃഖത്തിൽ കഴിഞ്ഞൊരു ദിവസമാണെന്ന് പറയാറുണ്ട്. കാരണം പ്രിയപുത്രനെ വേർപിരിഞ്ഞ് കഴിയുന്ന ആകെ ഒരൊറ്റ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖശനിയാഴ്ച മാത്രമായിരുന്നു പറയും. അപ്പൊ അത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം എന്ന് ചോദിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന വലിയ ദിവസം കൂടിയായിട്ടാണ് ഇന്ന് ദിവസം സഭ കാണുന്നത്. ശരിക്കും ഈ ഈശോയുടെ കുരിശുമരണത്തിന്റെ ഫലമായി സാത്താന് മനുഷ്യവംശത്തിന്റെ മേലുള്ള അവകാശം ഇല്ലാതായി. കാരണം ഈശോ പാപത്തെയും മരണത്തെയും സാത്താനെയും തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവന് പിന്നെ സ്വർഗത്തിൽ ഇടമില്ലാതായി. അപ്പൊ ആ നിമിഷം മുതൽ അവൻ പുറത്താക്കപ്പെട്ടു, അവൻ ഭൂമിയിലേക്ക് പോകുന്നു എന്നുകൊണ്ടാണ് പറയുന്നത്. ആണ് ഭൂമിയെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭൂമിയിൽ ഈ ഉഗ്രസർപ്പത്തിന്റെ ദുഷ്ടാരൂപികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനം നടക്കുന്നു. ഇത് പല രൂപത്തിലാണ് പറഞ്ഞത്. ഇന്നലെ നമുക്ക് ദുഃഖവെള്ളി നാം ആചരിച്ചു. ഈശോയുടെ കുരിശുമരണത്തിന്റെ ഫലമായി പ്രപഞ്ചം മുഴുവനും രക്ഷ വരുമ്പോൾ ഈശോയെ ആരെല്ലാം സ്വീകരിക്കുന്നു, അപ്പോഴേക്കും ഈ ദുഷ്ടാരൂപികൾ ഒരു പക്ഷേ ഒരു പരിധിവരെ അവരുടെ ശത്രുക്കളായി തീർന്നു. അച്ഛനെ പറയുന്ന പൈശാചിക രൂപികളുടെ തലങ്ങള് അതൊരു ആത്മീയ തലം. അത് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനോ പഠിക്കാനോ അറിയാനോ ഒന്നും സാധ്യമല്ല. അത് നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ രഹസ്യമായ നടപടികൾ, അത് ഓരോ സ്ഥലത്ത് പ്രവർത്തിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതെല്ലായിടത്തും കയറി വരും. അതെല്ലായിടത്തും എവിടെയെല്ലാം സമാധാനവും സ്വസ്ഥതയും പ്രാർത്ഥനാ ചൈതന്യമുണ്ടോ അവിടേക്കെല്ലാം ആരുടെ വേഷത്തിൽ വേണമെങ്കിൽ ഇത് വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു അന്ധകാര ശക്തി ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ കഴിവോ ബുദ്ധി കൊണ്ടോ നമുക്ക് ഒരിക്കലും നടക്കുകയില്ല. നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വചനം വായിക്കുമ്പോൾ കണ്ടുമുട്ടുന്നുണ്ട്. അതായത് മിഖായേലും അവന്റെ ദൂതന്മാരും കൂടെ പുരാതന സർപ്പത്തിനെതിരെ, ലൂസിഫറിനും അവന്റെ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതായിട്ടും ആ യുദ്ധത്തിൽ മിഖായേലാണ് ജയിക്കുന്ന ദൂതന്മാർ. അപ്പൊ എന്തിനാണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ദൈവിക ദൂതന്മാർ എന്ന് വെച്ചാൽ മിഖായേൽ ദൂതന്റെ മധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് സഭ പോലും പറയുന്നുണ്ട്. എപ്പോൾ ഓർത്തോണം, പൈശാചിക അരൂപികളെ ബഹിഷ്കരിക്കുന്ന മനുഷ്യരല്ല, ദൈവ ദൂതന്മാരാണ്.